പ്രേംലാലെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 39 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളും മതിയായ പരിശോധനയുടെ കുറവും ചൂണ്ടിക്കാട്ടി ഈ വിലക്ക് 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? ട്രംപിന്റെ ഈ നടപടിയെ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താം? തുഫൈലെ, ഇത് ഒരു ട്രംപിന്റെ ഒരു പ്രതികാര നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ചിത്രീകരിക്കാം. കാരണം ഒരു 2 ആഴ്ച മുമ്പ് വാഷിംഗ്ടൺ DC-യിൽ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നു. രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വെടിയേറ്റു, അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ആ വെടിവെപ്പ് നടത്തിയത് അഫ്ഗാൻ പൗരനായ ഒരാളാണ്. അപ്പൊ അയാള് 2021 അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈനിക പിന്മാറ്റം നടത്തിയപ്പോൾ അവരുടെ ആശ്രിതരായി കഴിഞ്ഞിരുന്ന കുറേയധികം അഫ്ഗാനികളെ, ഏതാണ്ട് 70,000-ഓളം പേരെ അമേരിക്കയിലോട്ട് കൊണ്ടുവന്നിരുന്നു, അഭയാർത്ഥികളായിട്ട് കൊണ്ടുവന്നിരുന്നു. അവർക്ക് 2 വർഷത്തോളം സമയം കൊടുത്ത് അവരെ അമേരിക്കൻ പൗരന്മാരാക്കി മാറ്റാനായിട്ടുള്ള സാവകാശമാണ് കൊടുത്തത്. അതായത് അമേരിക്കൻ രേഖകൾ കരസ്ഥമാക്കുന്നതിനും അവരെ സൈനിക ടെറിട്ടറികളിലാണ് താമസിച്ചിരുന്നത്, പിന്നീട് അവർക്ക് സ്വയം ഒരു ജോലി കണ്ടെത്തുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് 2 വർഷം വരെ സമയം അനുവദിച്ചിരുന്നു. അതിനുശേഷം ഇവർ പല മേഖലകളിലേക്ക് അവിടെ നിന്ന് തിരിഞ്ഞു. അങ്ങനെ പോയ ഒരാളാണ് ഈ 4 വർഷത്തിനിപ്പുറം ഒരു അക്രമകാരിയായിട്ട് അവിടെ മാറിയത്. ഇതൊരു ഭീകരവാദ പ്രവർത്തനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിനെ എന്തിനാണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകര പ്രവർത്തനമായിട്ടാണ് ഈ കേസിനെ ആദ്യം തന്നെ അമേരിക്ക ചിത്രീകരിച്ചത്. നേരത്തെ തന്നെ അമേരിക്ക പല രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ട്രംപ് 2ാമത് അധികാരത്തിലേറ്റപ്പോൾ പല രാജ്യങ്ങൾക്കും ഇതേപോലുള്ള യാത്രാവിലക്ക് അല്ലെങ്കിൽ പ്രവേശന വിലക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അമേരിക്കൻ പൗരന്മാർ ആ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും ആ രാജ്യത്തുള്ളവർ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും വിലക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നേരത്തെ അങ്ങനെ കുറെ രാജ്യങ്ങളെ ആ ഒരു പട്ടികയിൽ പെടുത്തിയിരുന്നു. അതിലേക്ക് ഒരു 15 രാജ്യങ്ങളെ കൂടി പുതിയതായിട്ട് ഉൾപ്പെടുത്തുകയാണ് ഈ ജനുവരി 1 മുതൽ. അതോടുകൂടി ഈ നിയന്ത്രണമുള്ള രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 39 ആയിട്ട് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതില് 7 രാജ്യങ്ങൾക്ക് സമ്പൂർണമായ വിലക്കുണ്ട്. അതായത് ആ രാജ്യത്തിലേക്ക് അമേരിക്കൻ പൗരന്മാർ പോകാനും പാടില്ല, അവിടെയുള്ളവർ തിരിച്ച് ഇങ്ങോട്ടും വരാൻ പാടില്ല. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഭാഗികമായ എന്നാൽ കുറച്ച് ഇളവുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പൂർണ്ണ യാത്രാ വിലക്കുള്ള രാജ്യങ്ങളെ 7 രാജ്യങ്ങൾ കൂടാതെ പലസ്തീനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലസ്തീനെ അമേരിക്ക ഒരു രാജ്യമായി അംഗീകരിക്കാത്തത് കൊണ്ടാണ് പലസ്തീൻ അഡ്മിനിസ്ട്രേഷന്റെ യാത്രാരേഖകളുള്ള പൗരന്മാർക്കും അമേരിക്കയിലോട്ട് വരുന്നതിന് വിലക്കുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇപ്പോ വിലക്ക് വന്നിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബുർക്കിനോ ഫാസോ, മാലി, നൈജർ, സൗത്ത് സുഡാൻ, സിറിയ, ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകാനേ പാടില്ല എന്നുള്ളൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കാരണമായിട്ട് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് ഈ രാജ്യങ്ങളിൽ കാര്യമായ ഒരു ഭരണ സംവിധാനമില്ല. ഇപ്പൊ സിറിയയുടെ കാര്യത്തില് അവിടെ കാലങ്ങളായിട്ട് ആഭ്യന്തര കലാപം നിലനിൽക്കുന്നു, അവിടെ ഒരു ഭരണകൂടമില്ല. അപ്പൊ അവിടുത്തെ പൗരന്മാർ അമേരിക്കയിലേക്ക് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പൗരന്മാരുടെ ഉത്തരവാദിത്വം പറയാൻ അവിടെ യാതൊരു സംവിധാനവുമില്ല. പിന്നെ ഈ പൗരന്മാരുടെ ക്രിമിനൽ പശ്ചാത്തലം അടക്കമുള്ളവ, അവരുടെ സാമൂഹ്യ മേഖലകൾ അടക്കമുള്ളവ നിരീക്ഷിച്ച് അമേരിക്കയ്ക്ക് കൃത്യമായ രേഖകൾ സമർപ്പിക്കുന്ന സംവിധാനങ്ങൾ ഇല്ലാത്ത കുറെ രാജ്യങ്ങളുണ്ട്. പിന്നെ ഓവർ സ്റ്റേ എന്ന് പറയുന്ന സംഗതിയുമുണ്ട്. ഓവർ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു കാലത്ത് വന്നിട്ട് വിസ കാലാവധി കഴിഞ്ഞിട്ട് മടങ്ങി പോകാൻ കൂട്ടാക്കാതെ ഇരിക്കുന്ന കുറച്ച് രാജ്യങ്ങളുമുണ്ട്. അപ്പൊ ഈ 2 കാറ്റഗറിയിൽ പെടുന്ന രാജ്യങ്ങളെയാണ് ഇപ്പോ പ്രത്യേകമായിട്ട് യാത്രാ വിലക്കിന്റെ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓവർ സ്റ്റേ ഉള്ള രാജ്യങ്ങളെ ഒരു 20 എണ്ണം പ്രത്യേകമായിട്ട് അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ഉൾപ്പെടെയാണ് ഇപ്പൊ 39 രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് വന്നിട്ടുള്ളത്. പിന്നെ മുമ്പ് ഭാഗികമായിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന ലാവോസ്, സെയ്റാലിയോൺ എന്നീ രാജ്യങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണ വിലക്കും വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ജനുവരി 1 മുതൽ പ്രാവർത്തികമാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ അമേരിക്കയിലെ ആഭ്യന്തര സുരക്ഷാ വകുപ്പ്, ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീൻ നോയം, അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു. ഏതാണ്ട് 19 മുതൽ 30 വരെ ഉള്ള രാജ്യങ്ങൾക്ക്, അതായത് ഏകദേശം 19 മുതൽ 30 വരെ എത്താം എന്നുള്ളതാണ് അവർ പറഞ്ഞത്, രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് ഉണ്ടാകും. അതാണ് ഇപ്പോ 39ലേക്ക് ഇപ്പൊ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അപ്പൊ അവര് ഈ നേരത്തെ പ്രഖ്യാപനം നടത്തിയപ്പോൾ രാജ്യങ്ങളുടെ എണ്ണമോ പേരോ വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ അതാണിപ്പോ ഒരു ഉത്തരവായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ നിലവില് നേരത്തെ തന്നെ 12 രാജ്യങ്ങൾക്ക് പൂർണ്ണ വിലക്ക് ഉണ്ടായിരുന്നു. അതൊന്ന് അഫ്ഗാൻ, ബർമ, ചാഡ്, കോങ്കോ, ഗയാന
എറിട്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ ഈ 12 രാജ്യങ്ങൾക്കാണ് നേരത്തെ തന്നെ അമേരിക്ക യാത്രാവിലക്ക് അല്ലെങ്കിൽ പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഈ അങ്കോള, ആന്റിഗ്വ, ബാർബുഡ, ബെനിൻ, ഡൊമിനിക്ക, ഗബോൺ, സാംബിയ, മലാവി, മൗറിറ്റാന, നൈജീരിയ, സെനഗൽ, ടാൻസാനിയ തുടങ്ങിയ 20ഓളം രാജ്യങ്ങൾക്ക് ഇപ്പൊ ഭാഗിക വിലക്കും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ നവംബർ 26-നാണ് വാഷിംഗ്ടൺ DC-യില്, അതായത് വൈറ്റ് ഹൗസിന് തൊട്ടടുത്ത് ഒരു വെടിവെപ്പ് ഉണ്ടായത്. അതിന്റെ മുമ്പും ഇതേ സമാനമായ സംഭവങ്ങൾ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ വംശജരായിട്ടുള്ള ഇസ്രയേൽ പൗരന്മാരായ 2 എംബസി ഉദ്യോഗസ്ഥരെ ഇതേപോലെ വംശീയ വെറിയുടെ പേരിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അമേരിക്കയില് പലയിടങ്ങളിലായിട്ട് അമേരിക്കൻ ഭരണകൂട വിരുദ്ധ സമരങ്ങളും കലാപങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പ്രത്യേകിച്ചും ചില യൂണിവേഴ്സിറ്റികളൊക്കെ കേന്ദ്രീകരിച്ച്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്റ്റുഡന്റ് വിസകളിലൊക്കെ തന്നെ അമേരിക്ക കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായ രീതിയിലാണ് പുതിയ വിസ നിയന്ത്രണ ചട്ടങ്ങൾ വന്നിരിക്കുന്നത്. ഇതുകൂടാതെ അമേരിക്കയിലെ ഈ സോഷ്യൽ മീഡിയ വെറ്റിംഗ്, അതായത് ഈ അമേരിക്കയിൽ കുടിയേറിയവർ അവര് നടത്തുന്ന സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഇടപാടുകൾ, അവരേതെങ്കിലും നിരോധിത സംഘടനയുടെ ആശയപ്രചാരണം നടത്തുന്നുണ്ടോ, ഏതെങ്കിലും ഈ വിപ്ലവ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അമേരിക്ക സസൂക്ഷ്മമായിട്ട് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പലരെയും വ്യക്തിഗതമായി, രാജ്യങ്ങളെ മൊത്തത്തിലല്ലെങ്കിൽ പോലും വ്യക്തിഗതമായി അവരെ കണ്ടെത്തി അവരവരുടെ രാജ്യങ്ങളിലേക്ക് നാടുകടത്തുന്ന, തിരിച്ചയക്കുന്ന സമീപനവും അമേരിക്ക സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ പൊതുവെ ട്രംപിന്റെ 2ാം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പൊതുവെ പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്. അമേരിക്കയില് വലിയ രീതിയിൽ ഏലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാരായിട്ടല്ലാത്ത മറ്റുള്ളവർ, അവർ വന്ന് അമേരിക്കയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു, അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ട്രംപിന്റെ വാദം. അപ്പൊ ഇത് പ്രകാരം അദ്ദേഹം ഈ കുടിയേറ്റ നിയമങ്ങളെല്ലാം തന്നെ പരിഷ്കരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഏതാണ്ട് ഇന്ത്യയിലോട്ട് മാത്രം ഏതാണ്ട് 5000-നടുത്ത് ആൾക്കാരെ മടക്കി അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഇപ്പോ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തേക്ക് 1,00,000-ലധികം പേരെ മെക്സിക്കൻ പൗരന്മാരെ അമേരിക്ക മടക്കി അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് കൂടിയാണ് ഈ പുതിയ വിസ നിയന്ത്രണ ചട്ടങ്ങൾ അല്ലെങ്കിൽ പ്രവേശന വിലക്ക്, യാത്രാ വിലക്ക് പോലെയുള്ള നടപടികളിലേക്ക് അമേരിക്ക കടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം അമേരിക്കയുടെ ഒരു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗം എന്ന രീതിയിലാണ് ഔദ്യോഗിക വിശദീകരണം വരുന്നത്. കാരണം അവിടെ നിരന്തരമായി ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷാ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതിന് പരിഹാരം എന്ന നിലയിലാണ് ഇത്തരം നടപടികൾ എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം.